ചെറുപയറും പച്ചക്കായും വെച്ചിട്ട് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ഡിന്നറായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതാ 1 കപ്പ് ചെറുപയർ നമ്മൾ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5-6 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. അതിന് 1-2 പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ചിട്ട് 2-3 ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചക്കായ നമ്മൾ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് തന്നെ ഈ ഒരു സമയത്താട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 കപ്പ് ചെറുപയറിന് ഈ ഒരു പച്ചക്കായ മതിയാകും. ഇനിയിപ്പോൾ ആദ്യം ചെറുപയർ വേവിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കായ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് രണ്ടും ഒരുമിച്ച് തന്നെ കേട്ടോ ഇതാക്കുന്നത്. അതായത് നമ്മൾ ചെറുപയർ കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ അധികം അങ്ങനെ വേവ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുമിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂണോ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ഒരുപാട് സമയമൊന്നും അങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെറുപയർ ഓൾറെഡി കുതിർത്തതാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 3 വിസിൽ വരെ വേവിച്ചെടുത്താൽ മതിയാകും. പിന്നെ വേണമെങ്കിൽ ഒരു 2-3 മിനിറ്റ് പിന്നെ ഒന്ന് സിമ്മിലിട്ടിട്ടും വേവിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലപോലെ ഇത് റെഡിയാകും. ഇനിയിപ്പോൾ ഇത് വെന്ത് ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും വെന്തുടഞ്ഞാലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചെറുപയറും പച്ചക്കായും ഒക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെള്ളമൊക്കെ കറക്റ്റ് അളവ് തന്നെ കേട്ടോ. നമ്മളിനിയിപ്പോൾ ഇതിൽ വീണ്ടും വെള്ളം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞ പോയാൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് നമുക്കിതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യത്തിന് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുമുണ്ട്. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്താലും അവരുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. ചെറുപയറൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, പ്രോട്ടീൻ ഒരുപാട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചെറുപയർ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടിയും പണിയുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എണ്ണ അധികം ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് അധിക അളവിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അതും ഒരു പ്രത്യേക രുചി തന്നെയാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളകാട്ടോ എടുത്തത്. അതും ഒരു മുളകാണ് ഞാൻ എടുത്തത്. അപ്പോൾ എരിവൊക്കെ കുറേ വേണമെന്നുണ്ടെങ്കിൽ 1-2 ഒക്കെ ഇങ്ങോട്ട് എടുക്കാം. അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെറുപയറും കായും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായ എടുക്കുമ്പോൾ കുറച്ച് നല്ല ചള്ള് പോലത്തെ കായ തന്നെ നോക്കിയെടുക്കുക കേട്ടോ. അധികം മൂത്തതാകുമ്പം കുറച്ചൊരു മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് നല്ല പച്ചക്കായ തന്നെ നോക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നല്ലപോലെ കടുവും ആ ഒരു ഇതൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് അതും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് തിക്കുമായിട്ടുള്ള ഒരു ഇതല്ല, ഈവനിങ് സ്നാക്കല്ല. അപ്പോൾ സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്കിത് ഹെവി ആയിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രാത്രി ഡിന്നറിൻ്റെ ആവശ്യം പോലും ഇല്ല. എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ കഴിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ ഇത് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എത്രത്തോളം എടുക്കുന്നോ എന്ത് ഭക്ഷണത്തിനായി കഴിഞ്ഞാലും അത്രയും ടേസ്റ്റ് ആയിരിക്കില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ തേങ്ങയും കൂടിയും ചേർത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേങ്ങ കൊത്തും ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ അതൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ട്, എരിവൊക്കെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പും എരിവൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടോ. വളരെയധികം അവർക്ക് ഇഷ്ടാവുകയും ചെയ്തും നല്ല വിശപ്പ് മാറുകയും ചെയ്യുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊക്കെ മിക്കവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാൽ അറിയാത്തവരും ഉണ്ടാവുമല്ലേ. അപ്പോൾ ചെറുപയർ വെച്ചിട്ട് മാത്രമല്ല, നമുക്കിത് കടല വെച്ചിട്ടും ചെയ്തെടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല എന്നല്ലോ കേട്ടോ. അതുപോലെ തന്നെ കടലയും ഇതുപോലെ കായും വെച്ചിട്ടും ചെയ്തെടുക്കാം. അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നല്ല ഹെൽത്തിയായ റെസിപ്പി ഉണ്ടാക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ നല്ല വിശപ്പ് മാറാൻ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്